ഹലോ ഗായ്സ്, ദിസ് ഈസ് മുഹമ്മദ് റഫീഖ് വിത്ത് യു. ഈ വീഡിയോയിൽ നമുക്ക് എങ്ങനെ ഗൂഗിൾ ക്രോം ബുക്ക് മാർക്സ് ഒരു കമ്പ്യൂട്ടറിൽ നിന്നും മറ്റൊരു കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ടി നിങ്ങളുടെ ആദ്യത്തെ കമ്പ്യൂട്ടറിൽ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് മുകളിൽ വലതുവശത്തുള്ള 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബുക്ക് മാർക്സ് ആൻഡ് ലിസ്റ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബുക്ക് മാർക്ക് മാനേജർ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരു 3 ഡോട്ട്സ്, അതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എക്സ്പോർട്ട് ബുക്ക് മാർക്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് എവിടെയാണ് അത് സേവ് ചെയ്യേണ്ടത് എന്നത് ലൊക്കേഷൻ സെലക്ട് ചെയ്യുക. ബെറ്റർ നിങ്ങളൊരു USB ഡ്രൈവ് കണക്ട് ചെയ്ത് അതിലേക്ക് സേവ് ചെയ്യുക. ക്ലിക്ക് സേവ്. എന്നിട്ട് ഈ വിൻഡോ ക്ലോസ് ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തെ കമ്പ്യൂട്ടറിൽ USB ഡ്രൈവ് കണക്ട് ചെയ്ത ശേഷം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ മുന്നത്തെ പോലെ തന്നെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബുക്ക് മാർക്സ് ആൻഡ് ലിസ്റ്റ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഇമ്പോർട്ട് ബുക്ക് മാർക്സ് ആൻഡ് സെറ്റിംഗ്സ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഈ വിൻഡോയിൽ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്നും ബുക്ക് മാർക്സ് HTML ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ചൂസ് ഫയൽ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുന്നേ സേവ് ചെയ്ത ബുക്ക് മാർക്സ് ഫയൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഓപ്പൺ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ഡൺ. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ എല്ലാ ബുക്ക് മാർക്സും ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. വളരെ ഈസി അല്ലേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണേ. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.